സാത്താൻ എന്നൊന്നുണ്ടോ? വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു ദർശനത്തെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ മാതാവ് ഈശോയ്ക്ക് ജന്മം നൽകുന്നതും സാത്താൻ ഈശോനെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്നതും പരാജയപ്പെടുന്നതും അതിനാൽ മാലാഖമാരോട് യുദ്ധത്തിൽ തോൽക്കുവാനിടയാകുന്നതും കാണുവാൻ കഴിയും. അപ്പോൾ ഈ അധ്യായത്തിൽ ഈശോ മനുഷ്യപാപം ഏറ്റെടുത്തത് മൂലം സാത്താൻ പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ പറയുന്നു: അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്തതികളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. നിങ്ങൾ നന്മ ചെയ്യുന്നത് സാത്താൻ എപ്പോഴും തടയണമെന്നില്ല, പക്ഷേ യേശുവിന് സാക്ഷ്യം നൽകുവാൻ അത് സമ്മതിക്കുകയില്ല. അതിനാലാണ് നിങ്ങൾ കുരിശു വരയ്ക്കുമ്പോൾ നീളം കുറഞ്ഞു പോകുന്നതും കുർബാനയിൽ ഈശോനെ കാണാൻ പറ്റാതെ പോകുന്നതും മാത്തമാറ്റിക്സിൽ അറിവില്ലാത്ത ഒന്നിനെ സൂചിപ്പിക്കുന്ന എക്സ് വെച്ച് ക്രിസ്മസിന് പകരം എക്സ്മസ് എന്നാക്കി പറയുന്നതും ക്രിസ്മസിൽ സാന്റയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതുമൊക്കെ. ഈശോ ദൈവമാണെന്നും പൂർണ്ണ മനുഷ്യനായാണ് ഭൂമിയിൽ അവതരിച്ചത് എന്ന സത്യം മനസ്സിലാക്കുവാൻ പറ്റാതെ പോകുന്നതും സാത്താൻ്റെ പ്രവർത്തനമാണ്. ഈശോയുടെ അടുത്തേക്ക് വരാതിരിക്കാൻ സാത്താൻ പലർക്കും ദുരിതങ്ങൾ കൊടുക്കാതിരിക്കും. അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി അവരെ വളർത്തുകയും ചെയ്യും. ഈശോയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലാതിരിക്കാനുള്ള എല്ലാ വഴികളും സാത്താന് നന്നായിട്ടറിയാം. ആദത്തെയും ഹവ്വയെയും ദൈവത്തിൽ നിന്നകറ്റിയ അതേ സാത്താൻ ഇന്നും നമ്മളെ പരീക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.